ലോക കേരള സഭയുടെ മറവിൽ വീണ്ടും വൻ ധൂർത്ത്. പരസ്യ പ്രചാരണത്തിന്റെ പേരിൽ 3 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചു. നേരത്തെ 3 കോടി അനുവദിച്ചിരുന്നു. രേഖകൾ ജനം ടിവിക്ക്. ആർ രാജീവ് ചേരുന്നു. രാജീവ്, വിവരങ്ങൾ. രോഹിണി, ഏതായാലും ലോക കേരള സഭയുടെ പേരിലുള്ള ദൂർത്ത് യഥേഷ്ടം ഇങ്ങനെ സംസ്ഥാന സർക്കാർ തുടരുകയാണ്. നേരത്തെ 3 കോടി രൂപ അനുവദിച്ചതിന് പുറമെയാണ് ഇപ്പോൾ പരസ്യപ്രചരണത്തിന് ചെലവഴിച്ചതിന്റെ പേരിൽ 3 കോടി കൂടി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കൃത്യമായി കഴിഞ്ഞാൽ 2,84,00,000 രൂപയാണ് നിലവിലിപ്പോൾ സർക്കാർ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരിക്കുന്നത്. ലോക കേരള സഭ കൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് എന്ത് നേട്ടമെന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നതാണ്. ഒന്നാം ലോക കേരള സഭ സംഘടിപ്പിച്ചപ്പോൾ പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് സാധാരണക്കാരായ പ്രവാസികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നാണ്. എന്നാൽ നമുക്കറിയാം, 2ാം ലോക കേരള സഭയും 3ാം ലോക കേരള സഭയും ഒക്കെ നടത്തിയിട്ടും അതിനൊന്നും ഒരു പരിഹാരവും കാണാൻ കഴിഞ്ഞിരുന്നില്ല. സാധാരണക്കാരായ പ്രവാസികൾ കേരളത്തിലേക്ക് എത്തുകയും പലതരത്തിലുള്ള വ്യവസായങ്ങൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇവിടെ CPM പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പിന്തുണയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരായ പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല എന്ന വസ്തുത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ലോക കേരള സഭയിൽ 6 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായി ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത് ഉന്നതരായ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരാണ്. അല്ലാതെ സാധാരണക്കാരായ പ്രവാസികൾക്ക് ലോക കേരള സഭയിൽ യാതൊരു തരത്തിലുള്ള പ്രവേശനവും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ലോക കേരള സഭകളിലായി പ്രതിപക്ഷം ഈ ലോക കേരള സഭയോട് സഹകരിക്കുന്നില്ല. മാത്രമല്ല BJP വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ലോക കേരള സഭയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. സംസ്ഥാന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നിലവിൽ 3 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധി ഈ മാസം അവസാനിച്ചിരിക്കുന്നു. അടുത്ത മാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ധനവകുപ്പിന് പോലും വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ വരും മാസങ്ങളിൽ മുടങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിയുന്നു. അതിനൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിയുന്നു. കാരുണ്യ പദ്ധതിക്ക് പണം നൽകുന്നില്ല. ഈ രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴാണ് ഒരു വശത്ത് ലോക കേരള സഭയ്ക്ക് വേണ്ടി പണം അനുവദിക്കുന്നു, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി പണം അനുവദിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ PR ഏജൻസികൾക്ക് പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല, മറ്റു തരത്തിലുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതിനൊക്കെ മറുപടി മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരും. മാത്രമല്ല, ഈ PR പ്രവർത്തനങ്ങൾക്കായി കോടികൾ ചെലവഴിച്ചതിന്റെ രേഖകൾ കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം തിരക്കിട്ട് ലോക കേരള സഭയ്ക്കായി 3 കോടി കൂടി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. രോഹിണി, രാജീവ്, നമുക്കറിയാം കഴിഞ്ഞ ലോക കേരള സഭകൾ കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി എന്നുള്ളത്. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ല. അപ്പോഴാണ് വീണ്ടും ലോക കേരള സഭയുടെ മറവിൽ ഇത്രയധികം ധനപ്രതിസന്ധി നേരിടുമ്പോഴും ഈ പരസ്യ പ്രചരണത്തിനടക്കം കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നത്. രോഹിണി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതായത് 1ാം ലോക കേരള സഭയിൽ എന്താണോ സർക്കാർ അവകാശവാദമായി മുന്നോട്ട് വെച്ചിരുന്നത് അതൊന്നും നടക്കാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. 2, 3, 4 ലോക കേരള സഭകൾ സംഘടിപ്പിക്കുമ്പോൾ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു എന്നതല്ലാതെ സാധാരണക്കാരായ പ്രവാസികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും അതുകൊണ്ട് ലഭിക്കുന്നില്ല. അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഈ ലോക കേരള സഭയിൽ ഈ കോടികൾ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും പരിശോധിക്കേണ്ടത്. ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ അത് സംഘടിപ്പിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലാണ്. അമേരിക്ക, സൗദി പോലുള്ള രാജ്യങ്ങളിൽ സംഘടിപ്പിക്കാനായിരുന്നു കഴിഞ്ഞ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത്. ഇതിന്റെ ഭാഗമായി അമേരിക്കയിൽ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ മുഖ്യമന്ത്രി പോകുന്നു, മന്ത്രിമാർ പോകുന്നു, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പോകുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് അവർ യാത്ര നടത്തുന്നത്. ഇതിനും കോടികൾ ചെലവഴിക്കേണ്ട അവസ്ഥ വരുന്നു. മാത്രമല്ല, ഈ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം സംഘടിപ്പിക്കുന്നതിനായി സ്പോൺസർഷിപ്പ് ഉൾപ്പെടുത്തിയതുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഇതിനുശേഷമാണ് സൗദിയിൽ മേഖലാ സമ്മേളനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകിയില്ല. ഇത്തവണ ഈ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ സംഘടിപ്പിക്കാനുള്ള നീക്കമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് തിരക്കിട്ട് ഇത്രയും തുക അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലോക കേരള സഭ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുക, ഇവിടേക്ക് പ്രവാസികളെ വിളിച്ചു വരുത്തുക, അതിനുശേഷം ഈ മേഖലാ സമ്മേളനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ വെച്ച് സംഘടിപ്പിക്കുക, തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ കുടുംബസമേതം അവിടേക്ക് പോവുക, അവിടെ ദിവസങ്ങളോളം ചെലവഴിക്കുക, ചർച്ചകൾ സംഘടിപ്പിക്കുക. ഇത്തരത്തിൽ ആഡംബരത്തോടുകൂടി ലോക കേരള സഭ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി
വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടമെടുപ്പ് പരിധി ഏകദേശം അവസാനിച്ചിരിക്കുന്നു. 1200 കോടി രൂപയായിരുന്നു കടമെടുക്കാൻ ശേഷിച്ചിരുന്നത്. ആ പരിധി കൂടി അവസാനിച്ചിരിക്കുന്നു. ഇനി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാർ തന്നെ കൂട്ടി നൽകിയതുകൊണ്ടാണ് ഇത്രയും കടമെടുപ്പ് പരിധി എത്തിയത്. ആ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ലോക കേരള സഭയ്ക്കായി ഇങ്ങനെ കോടികൾ അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നത്.